ഇപ്പം മഴ മാറിയിട്ടുണ്ട് കേട്ടോ. പണി തുടങ്ങുവോ? വലിയ കുഴപ്പമില്ല. രാവിലെ ഞാൻ നടക്കുമായിരുന്നു അവർക്ക്. ഏതായാലും ഇനി മഴ പെയ്യുവാണെങ്കിൽ നല്ല മഴ പെയ്യുവാണെങ്കിൽ നിർത്താം. ഇപ്പൊ ഇളക്കി വണ്ടി ഇപ്പൊ താഴോട്ടിറങ്ങാൻ പോവാം. എന്ത് പെട്ടെന്ന കാലാവസ്ഥ മാറുന്നത്. കാലാവസ്ഥ നമ്മളെ വട്ടം കറക്കും. ഒന്നാമത്തെ കാര്യം ഇവിടെ പുല്ലാണ്. പുല്ല് കാരണം ഒരു രക്ഷയില്ല. അല്ലെ പിന്നെ എങ്ങനെയൊക്കെ പണി പടപടയെന്ന് ചെയ്യാം. ഇത് പുല്ല് കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടം ഫലം ചെയ്യാൻ സമയം. താഴേക്ക് വെട്ടി ഇറങ്ങട്ടെ. ഞാനിപ്പോ ഇവിടെ ഒരു വഴി അങ്ങോട്ട് ചായച്ചിട്ടുണ്ടേ ഇത് താഴോട്ടിറങ്ങാൻ വേണ്ടി. അത്യാവശ്യം നല്ലപോലെ ചായച്ചു. നല്ല സ്ലോപ്പാണ്. നമ്മൾ ഇങ്ങനെയുള്ള വഴി ഇങ്ങനെയുള്ളടത്ത് കിളയ്ക്കാനൊക്കെ പോകുമ്പോൾ സമയം നോക്കരുത് കേട്ടോ. സമയം പോകുന്നിടത്തുണ്ട് വഴിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. നമ്മളെ ഒരു ഉറപ്പ് വെച്ച് രീതി വേണം പറയാൻ കേട്ടോ. വഴി നമ്മൾ ഇറങ്ങിപ്പോയാണെങ്കിൽ ഇത്രയും ചെയ്തില്ലെങ്കിൽ വഴി ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. വണ്ടി ഇറങ്ങിപ്പോവും. ചിലപ്പോൾ തിരിച്ചു കയറാനൊക്കെ ഇച്ചിരി റിസ്ക്കായിരിക്കും. പിന്നെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കളിക്കേണ്ടി വരും. അങ്ങനെ സമയം പോകും. അതിൽ നല്ല വഴി വെട്ടാൻ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അല്ലെ കൂടുതലെടുത്താലും നല്ല വൃത്തിയായിട്ട് കയറി ഇറങ്ങി വരാൻ പറ്റും കേട്ടോ. വഴി എടുക്കാനും എളുപ്പമുണ്ട്. വഴി മോശമാണെങ്കിൽ ഇറങ്ങാനും കയറാനും പാടാ. കിളച്ച് കയറാനൊക്കെ പാട്. കിളച്ച് കയറി വരണ്ടല്ലേ. എന്തായാലും നമ്മൾ മണിക്കൂർ ഇങ്ങനെയുള്ള കാര്യത്തിന് മണിക്കൂർ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ചിലപ്പം കാണുന്നവർക്ക് ചിലപ്പോൾ എന്താ ചിലപ്പോൾ തോന്നുമായിരിക്കും എത്ര വേണ്ട എന്നൊക്കെ തയ്ച്ചാർക്കൊക്കെ കിളച്ച് കയറി പോരാനുള്ളതല്ലേ ഇന്നൊക്കെ ഓർക്കും. പക്ഷെ നമുക്ക് സേഫായിട്ട് ചെയ്തോളാം. ഇപ്പം തന്നെ ഇവിടെ നനവുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം ഇങ്ങനെ നല്ലപോലെ ചരിച്ചിട്ടാണ് അങ്ങോട്ട് വണ്ടി ഇറക്കുന്നത്. ഈ പുല്ല് പറിച്ച് മാറ്റിയിട്ട് മണ്ണ് ഇട്ടിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും താഴോട്ട് വണ്ടി ഇറക്കുവാണേ. വഴി വെട്ടിയെടുത്തൂടെ താഴോട്ട് ഇറക്കുക പതുക്കെ. കുറേശ്ശെ ഇറക്കിയിട്ട് ഈ പുല്ല് പറിച്ച് അങ്ങോട്ട് ഇറങ്ങാം. അപ്പൊ നല്ല കുത്തനെയായി വണ്ടി. ലെഫ്റ്റ് സൈഡാണ് താഴ്ന്നുണ്ട് കേട്ടോ. സ്റ്റെബിലൈസർ ഫുള്ള് താത്തി വെച്ചേക്കോ. ഇവിടെ സ്ലോപ്പായിട്ട് ഇറക്കാം. വേളിക്ക് ഇറങ്ങി ചെല്ലുന്നോടത്ത്. അന്നേരം അവിടെയാണ് നമ്മൾ അനുസരിച്ച് വേണം പണിയാൻ. അവിടെയാണ് നമ്മൾ മണ്ണിട്ട് കൊടുത്ത് ലെവൽ ചെയ്ത് കയറി പോവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കളത്തിറങ്ങി വരാൻ പറ്റും. ഇതൊരു കുറച്ചേറിയുള്ളൂ ഈ ഭാഗം. ഇതൊരു കുഴി പോലെ കിടക്കുന്ന ഭാവം. അന്നേരം ഇതൊന്ന് കളച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങേ സൈഡിലേക്ക് പോയിട്ട് അവിടെ കളച്ച് വരാം. ഈ ഭാഗം തീർത്താം. നിലവിലിപ്പം വണ്ടി താഴെ ഇറങ്ങി ഇവിടെ വരെ വന്നു കേട്ടോ. ഈ തെങ്ങിന്റെ അവിടെ വരെ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് വണ്ടി പോവുമല്ലോ. ഇവിടെ ഒരു കവുങ്ങ് നിപ്പുണ്ട്. നേരെ സൈഡിലൊരു തെങ്ങ് നിപ്പുണ്ട്. അതിലേ പോകത്തില്ല. ഇങ്ങേ സൈഡിൽ കൂടെ പോകത്തില്ല കേട്ടോ. ഇതിലേക്കൂടെ കയറി പോകത്തില്ല. വീതിയില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കേസ് തന്നെ വെച്ചാൽ ഇനിയിപ്പോ ഇത് ഈ കവുങ്ങ് പറിച്ചു കളയാം. അതേ നടപടിയേ ഉള്ളൂ. കവുങ്ങ് പറിച്ചു കളഞ്ഞാൽ കയറിപ്പോവും. അത് ആദ്യം തള്ളിവിടാം. അത് കവുങ്ങ് തള്ളിവിട്ടിട്ടുണ്ടേ. ഇനി ഇവിടുത്തെ കാടങ്ങ് തള്ളിവിട്ടിട്ട് വഴി വെട്ടി അങ്ങ് കയറിപ്പോവും. കവുങ്ങ് കളഞ്ഞില്ലേ വണ്ടി കയറി പോകത്തില്ല. പിന്നെ തെങ്ങ് കളയാൻ പറ്റുമല്ലോ. കവുങ്ങായണ്ട് കളഞ്ഞു. ഇനി അങ്ങോട്ടുള്ള വഴിയുടെ വെട്ടട്ടെ. വെട്ടി അവിടെ ആ രണ്ടാമത്തെ തെങ്ങ് ആ കാണുന്ന അവിടെ രണ്ടാമതൊരു തെങ്ങ് നിൽപ്പുണ്ട്. ആ തെങ്ങിന്റെ അവിടുന്ന് ഇങ്ങോട്ട് വഴി വെട്ടി പോരാം. അല്ല കിളച്ചു പോരാം. സോറി. ഓക്കെ. നിലവിലിപ്പം ഇറങ്ങി ഇവിടെ വരെ വന്നേ. ഈ കയ്യാലയുടെ എൻഡ് വരെ വന്നു. ഇവിടെ എന്നാലും ഈ തെങ്ങുണ്ട്. ഈ തെങ്ങ് കൊണ്ട് അപ്പുറത്തേക്ക് കുറച്ച് കിളയ്ക്കാനുണ്ട്. അവിടെ കൊണ്ട് കയറുമെന്ന് തോന്നില്ല കേട്ടോ. തെങ്ങിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ ചാൻസ് തീരെ കുറവാ. അത് പരമാവധി അടുത്ത് തെങ്ങിന്റെ അടുത്ത് വരെ പോയി നിന്നിട്ട് കൈ എത്തുന്നത്ര ഭാഗം കിളയ്ക്കാം. അതിപ്പോ നടപടിയുള്ളൂ. തെങ്ങ് മറിച്ച് കളയാൻ പറ്റുമല്ലോ. ഏതായാലും ആ മൂല കുറച്ച് ഭാഗം കിളയ്ക്കാൻ പറ്റാതെ വരും. അതിപ്പോ എന്നാ ചെയ്യുന്നേ? കറക്റ്റ് ഇവിടെ വരെ വന്നു. കേറും തോന്നും കേട്ടോ. ഈ സൈഡൊന്ന് ചായച്ചു കൊടുക്കുകയാണെങ്കിൽ കേറും.
സൈഡ് കുറച്ച് പൊങ്ങിയിരിപ്പുണ്ട്. അതങ്ങ് ചായച്ചു ലെവലാക്കുവാണെങ്കിൽ ചിലപ്പം വണ്ടി അവിടെ ഏകദേശം അവിടെ വരെ കയറി പോകുന്നുണ്ട്. അവിടെ ഒരു ഗ്യാപ്പുണ്ട്. പക്ഷെ കയറി കഴിഞ്ഞ് തെന്നിക്കഴിഞ്ഞാൽ മൽകാട് ചളങ്ങും. അതൊരു വിഷയം. മഴ പെയ്ത് കിടക്കുമല്ലേ, അറ്റപ്പറ്റ കയറും. ഇവിടെ വരെ കയറും വണ്ടി. ഈ ബക്കറ്റ് ഇരിക്കുന്നവരും വരെ വണ്ടി കയറും. ചെറുതായിട്ട് ഈ സൈഡിൽ നിന്ന് ചായച്ചു കൊടുക്കുകയാണെങ്കിൽ വണ്ടി അങ്ങോട്ട് ചെരിഞ്ഞ് നിന്നോളൂ. അല്ലെ പിന്നെ മൽകാട് പോയി തെങ്ങിൻ്റെ അടിച്ചു കഴിഞ്ഞാൽ മൽകാട് വളഞ്ഞു പോകും. നമ്മൾ വെറുതെ വണ്ടി നശിപ്പിക്കണ്ട, പച്ചത്ര ചെയ്യാം. കാട്ടി അവരെന്തോന്ന് വെച്ച് കാണിച്ചോളൂ. അല്ലെ പിന്നെ ഈ തെങ്ങ് മറിക്കാൻ പറ്റുമല്ലോ. അവരൊരു കുറ്റി നിൽപ്പുണ്ട്, എല്ലാം പള്ളിയാ. ഒരു കാര്യം ചെയ്യാം, വണ്ടി കയറി നിൽക്കുന്നത്ര കളയ്ക്കാം. ആ മൂല ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കളയ്ക്കാൻ പറ്റാതെ വരത്തുള്ളൂ. ബാക്കി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും അങ്ങോട്ട് കയറാം. മഴ പെയ്താൽ നല്ലപോലെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മണ്ണിൽ. മണ്ണ് നനവാ, നല്ല നനവാ. ഇവിടെ വരെ കയറി വന്നു. കുറച്ചുകൂടെ അങ്ങോട്ട് കയറി വന്നാ കയറിപ്പോന്നു കുഴപ്പമില്ല. കയറിപ്പോന്നു. ഫ്രണ്ട് ബക്കറ്റ് പാസ്സായി വരത്തില്ല കേട്ടോ. ബക്കറ്റൊക്കെ പൊക്കി കയറി വന്ന് പിന്നെ അങ്ങോട്ട് അയാളുള്ള ഏറി ഇല്ലെന്നേ. അവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. കുറച്ചുകൂടെ വേണം ഫ്രണ്ട് കയറ്റിയിടാം. ഫ്രണ്ട് ബക്കറ്റിൻ്റെ അവിടെ വരെ വണ്ടി കയറി. ഇനി അങ്ങോട്ട് കയറ്റുന്നില്ല, അത് മതി. ഞാൻ ഓർത്ത് കയറാൻ ചാൻസ് കുറവാണെന്ന് ഓർത്ത്. അതായത് ഇത്ര കളയ്ക്കാം. എന്നിട്ട് ഇവിടുന്ന് ഉള്ള പുല്ല് പഠിച്ച് താഴെ കുഴിച്ചിടാം. മഴ പെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മഴക്കാറുണ്ട്, നല്ല മഴക്കാറാണ്. ഇത് മഴയില്ലാതെ ഇത് തീർത്തിട്ടെങ്കിലും ഇറങ്ങിപ്പോയാലും. ഇതിപ്പോ ഇറങ്ങിപ്പോക്ക് നടക്കുമല്ല, അമ്മാതിരി സൈറ്റായിരുന്നു. ഇപ്പൊ തെങ്ങിൻ്റെയൊക്കെ ഭാഗം കളച്ചിങ്ങോട്ട് പോന്നേ. ഇനി ഞാൻ മെയിൻ പണിയാണ് നടക്കുന്നത്. എന്നാ കുഴി കുത്തുക. വീണ്ടും കുഴി കുത്താൻ തുടങ്ങി കേട്ടോ. ഈ കുഴി കുത്തി ഇനിയുള്ള വേസ്റ്റ് എല്ലാം കുഴി കുത്തി പോകണം. അത്ര ഭാഗത്ത് കുഴിയൊന്നും കുത്തിയില്ല, അവിടെ കിളച്ചിങ്ങ് പോരുകയാണ്. ഇനി ഇവിടെ തൊട്ട് കുഴി കുത്തി പുറകോട്ട് പോകണം. എന്താ ചെയ്യുന്നത്? ചപ്പ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ. ഭ്രാന്ത് പിടിക്കുന്ന സൈറ്റായിരുന്നു. ചാപ്പ് പിടിക്കാൻ വിശക്കുന്നുമുണ്ട്. ഇന്നലെ കോമഡി ഉണ്ടായി. കോമഡി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ചോറിനാൻ പോയില്ലല്ലോ. 2-3 മണിയും കണ്ടായപ്പോഴാണ് ഇന്നലെ പോയത്. അന്നേരം ചോറിനാൻ പോയത് ഒത്തിരി താമസം എടുക്കും ഓർത്തു. പിന്നെ വിശപ്പും കുറവായിരുന്നു. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ചോറും ഒക്കെ ആയിട്ടാ വന്നേ. ഇനിയിപ്പം ചോറ് ഇവിടെ ഇരുന്ന് ഉണ്ണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മഴക്കാറ് കാരണം. എന്താ ചെയ്യുന്നത്? ഞാൻ ഇന്ന് ചോറ് എടുത്തോണ്ട് പോന്നു. ഉച്ചയ്ക്ക് ഇനി പോകണ്ടല്ലോ, അത്ര സമയയുടെ പണി തീർക്കാലെന്ന് പറഞ്ഞ ചോറുമായിട്ട് വന്നേ. ഞാൻ ചോറുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു. പതിവില്ലാത്തൊരു കേസായിരുന്നു ഇത്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് കടയില്ലാത്തോണ്ടാണ് പിന്നെ ചോറുമായിട്ട് വന്നേ. ഞാൻ അങ്ങോട്ടൊക്കെ പോയി പിന്നെ സമയം പോയില്ലോ എന്നോർത്ത് പിന്നെ ഞാൻ പോകാതിരുന്നു. ആ കടയൊക്കെ തൊട്ടടുത്തന്നെ കുഴപ്പമില്ല, 1/2 മണിക്കൂറുള്ള ചോറിൻ്റെ വെച്ചു. ഇതൊരു 2 കിലോമീറ്റർ പോയി ചോറുണ്ടോ. ആ പോയിട്ട് വരുമ്പോൾ തന്നെ താമസം കൊടുക്കും. പിന്നെ ആവുമെന്ന് ആർക്കറിയാം. മെയിനായിട്ട് ചോറിനാൻ വേണ്ടി പണിയുന്നത് തന്നെ. ഒരു കോമഡി കേസാ. ബാക്കിയുടെ കുഴിച്ച് മുകളിലേക്കും എന്റെ വീതി ഇവിടെ തീരുന്നു. എന്റെ ജീവിതം ഈ പുല്ലിനകത്ത് അവശേഷിച്ചിരിക്കുക. ഓക്കെ, ബാക്കിയുടെ കുത്തട്ടെ. ആ തെങ്ങിന്റെ അവിടെ ഇത്ര ഭാഗം കളച്ചിങ്ങോട്ട് പോകുന്നു. ഇപ്പൊ സമയം 10:30 ഇനി ചായ കുടിക്കാൻ പോകും. ഇപ്പം വലിയ മഴയൊന്നും ഇല്ല. തെങ്ങിന്റെ വീട്ടിലേക്കുന്നു വലിയ മഴ. തേങ്ങ വല്ലതും ഉണ്ടോ? തേങ്ങ പോയിട്ടൊരു മാങ്ങ പോലും ഇല്ല. എന്തായാലും പോയി ചായ കുടിക്കാം. രാവിലത്തെ മഴ കണ്ടപ്പം ഇന്ന് പണി നടക്കുമായിരുന്നു വിചാരിച്ച്. പക്ഷെ ഇപ്പോൾ ഉണങ്ങി കേട്ടോ. ഉണങ്ങിയില്ല, മഴ മാറി. ചെറിയൊരു തെളിവൊക്കെ കാണുന്നുണ്ട്.
ചായ കുടിച്ച് വന്നിട്ട് അയ്യോ ചായ കുടിച്ച് വന്നിട്ട് ബാക്കി പണിയാണ്. അതുകൊണ്ട് വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. പാവം കിളച്ച് വന്നപ്പോൾ തന്നെ ചെറിയ ഏറിയ ഉള്ള നല്ല കുഴിയാണ്. അവിടെയും കുഴി ഇവിടെയും കുഴി മൊത്തം കുഴി. അതിന് ചായ കുടിക്കാൻ പോവാം. ഇന്നെന്നാന്ന് ചോദിച്ചാൽ തുടങ്ങിയപ്പോഴും താമസിച്ചുപോയി, വന്നപ്പോഴും താമസിച്ചുപോയി, മഴ കാരണം. ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഗ്രീസ് പഠിച്ചു. ഒരു പഴയ അളവാണ്. അവിടെ എല്ലാം കുഴിച്ചുമുടിയാണ് ഇങ്ങോട്ട് വന്നേ. ഈ സൈഡിൽ ഇങ്ങോട്ട് വലിച്ചിട്ടേച്ച് ഈ സൈഡിൽ കിളച്ച് ആ തെങ്ങിൻ്റെ അപ്പുറം ഒത്തിരി പുല്ല് കിടക്കുക. പുല്ല് പറിക്കുമ്പോൾ പുല്ല് അങ്ങോട്ട് പോവുക. പുല്ല് പറിക്കുമ്പോൾ നമ്മൾ ആ പുല്ല് ചെയ്യാൻ പിടിക്കുന്ന പോലെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു. ചെറിയൊരു കുഴി എടുത്തിട്ട് ഇവിടെ ബാക്കിയോടെ കുഴിച്ച് മൂടുക. ഇറങ്ങി അതാ ഭയങ്കര പുല്ലായിരുന്നു. കുഴിച്ചുമൂടി ഇടപാട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് പുല്ല് ഒത്തിരിയായി. എന്നാ ചെയ്യുന്നു? ഇവിടെ ഒന്ന് തീർത്തിട്ട് വേണം അങ്ങാവസ്ഥയ്ക്ക് പോകാൻ. അങ്ങാവസ്ഥല്ല, ഈ പച്ചപ്പ് കാണുന്ന വഴിയില്ല സ്ഥലമില്ല. അവിടെ കളച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കളച്ച് അങ്ങോട്ട് പോവാം. പുല്ല് കുഴിച്ചിട്ടാലും തീരുന്നില്ല കേട്ടോ. അതുപോലെ സാധനം കിടക്കുക. അതായത് താമസം വരുന്നത്. കിളക്കാനാണെങ്കിൽ കിളച്ചങ്ങ് പോകായിരുന്നു. ഇപ്പൊ ചോറൂണൊക്കെ കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സമയം ഇപ്പൊ 2 മണി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് വണ്ടി തിരിച്ചിട്ട് ഇനി മുകളിലേക്ക് അവിടെ കുറച്ച് കിളച്ച് തീരാണ്ടല്ലോ ഈ സൈഡ്, അത് തീർക്കാൻ വേണ്ടിയാ പോകുന്നത്. ഇവിടെ താഴെ കുഴിയാ. അതൊക്കെ എങ്ങനെയാലും തിരിച്ചിട്ട് വേണം പണി തുടങ്ങാൻ. അപ്പൊ ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ബക്കറ്റ് കുത്തി മാറ്റാം. അതേ നടപടിയുള്ളൂ. അല്ലാതെ തിരിയല്ലോ. ഇവിടെ ഇറക്കാ ഭയങ്കര. കുത്തി മാറ്റി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഓക്കെ. അവിടെ വരെയുള്ളോ. ഇവിടെ പുല്ല് കിടപ്പുണ്ട്. ആദ്യം ഈ പുല്ല് ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ട് അതവിടെ കുഴിച്ചിട ആളല്ലോ, അത് ഈ സൈഡിൽ കിടക്കട്ടെ. ആഞ്ഞിലിയുടെ കുറച്ച് കമ്പും വേരും ആഞ്ഞിലിയുടെ കമ്പൊക്കെ താഴത്തെ തൊണ്ടിലേക്ക് ഇടാം. അതിപ്പോ ചുവന്നോടെ നടന്നാൽ പാടാ. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒന്നാമതേ താമസമോ. അതിന്റെ കൂട്ടത്തിൽ ഈ ആഞ്ഞിലിയുടെ കമ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ശല്യമാവും തിമ്പറാണ്. ഇന്നലെ ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നപ്പം മറിച്ചിട്ട് ആഞ്ഞിലയത്. ആഞ്ഞിലയുടെ കമ്പ് നേരെ സൈഡിലേക്ക് വിടാം. ഒരു തൊണ്ട് പോലെ സ്ഥലമുണ്ട്. ആ തൊണ്ടിലേക്ക് വിടുവാണെങ്കിൽ ആർക്കും ശല്യമില്ല, അവിടെ കിടന്നോളൂ. ഏറ്റവും ഊർക്കാപ്പുറോ ഞാൻ അങ്ങോട്ട് വച്ച് കയറുമോ ഇല്ല. ഇനിയുള്ള സ്ഥലത്തുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാല് മരക്കുറ്റി കാണും. മരക്കുറ്റിയെ പിടിച്ച് പടയെന്ന് കേൾക്കും. അങ്ങനെ ഏകദേശം തീരാറായി. ചെരിഞ്ഞപ്പോഴത്തേക്ക് ഡീസൽ കൊണ്ടുവരാൻ പറയണം. ഡീസല് സത്യം പറയാനുണ്ട്. ഇപ്പൊ ചെരുവായോണ്ടാണ് ഡീസല് മിന്നാൻ തുടങ്ങി. ഒന്ന് വിളിച്ചു പറയട്ടെ. ഡീസല് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ തീർന്നു കഴിഞ്ഞാൽ ഏറ് വലിക്കും. ഭാഗം കംപ്ലീറ്റ് കളത്തി ഇങ്ങോട്ട് ഇറങ്ങി പോന്നെ. ഇനിയിപ്പം കളച്ചോണ്ടിരിക്കുന്ന ഈ ഭാഗം ഇവിടുന്ന് ആഴെ ഇറങ്ങിയിട്ട് അവിടെ വരെ ഉള്ളൂ. അതവിടെ കളച്ചിട്ട് ബാക്കിലേക്ക് വരാം. ഇപ്പൊ സമയം 4:20 ഞാൻ ആ തെങ്ങിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ കളച്ചു വന്നു. കുരുകുത്തി കളച്ചു പോരുക. ഇപ്പൊ നാളെ കൊണ്ട് ഏകദേശം ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നാലെയാണ് പണി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാവരും 2 മണിക്കൂടെ പണിയാലോ. ഇതോടെ കഴിയുമ്പോഴത്തേന് വേറൊരു കാര്യം കാണിക്കാം. ഇപ്പൊ 4 ഏതുള്ളത് കേട്ടോ. താഴെ ആ വീടിന്റെ താഴെ ബംഗാളികള് കുളി തുടങ്ങി, പണി നിർത്തി. എന്നാ അവസ്ഥയാന്ന് നോക്കി. നമ്മളവിടെ ഇപ്പൊ 6 മണി 7 മണി വരെ പണിയാണ്.
അമ്മ രാവിലെ 9 മണിയാകും വരും. 4 പണി കിട്ടും. 1000 രൂപയും മേടിക്കും. നമ്മളവിടെ പണിത് കിളി പറക്കുക. നന്നായിട്ട് പണിയാണ്. നമ്മളൊക്കെ കുറെ നേരം പണിത് മടുക്കുമ്പോഴാണ് ഇരിക്കുന്നത്. ഇമാര് കുറെ നേരം ഇരുന്ന് മടുക്കുമ്പോഴാണ് പണിയുന്നത്. അങ്ങനെ ഇമാരുടെ പരിപാടി കഴിക്കുമെന്ന് എല്ലാം. പിന്നെ എങ്ങനെ ശരിയാവും? എന്തായാലും ഞാൻ പണിയട്ടെ. അപ്പോൾ അവിടുന്ന് ആ ഭാഗം എല്ലാം കിളച്ചിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ഏരിയ കംപ്ലീറ്റ് തീർത്ത്. ഇനി നടുക്ക് പുറത്ത് പച്ചപ്പ് കാണുന്നുണ്ട്. ആ ഭാഗം മാത്രമേ ഇനി ആ ഭാഗമുണ്ട് കിളക്കാൻ. ആ ഏരിയ ഇങ്ങോട്ട് തീർന്നു. ആ താഴെ കാണുന്ന ഭാഗം ഇനി ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറിപ്പോടും. ബാക്കി ഇവിടെ എല്ലാം കിളയ്ക്കാനുള്ളോ. നാളെ തീരുമോ? ഇത്രയും ചെയ്യാനുണ്ട്. ഇനി ഇതിലേ കയറി ആ മുകളിൽ കിടക്കാനും കയറി വന്നിട്ട് അവിടെ പോയി കിളയ്ക്കണം. ഇത് ഇന്ന് ചെയ്ത ഈ ഏറി ഇത്ര നിർത്തിയിട്ടില്ല. ഈ പണി തീർന്നില്ല, നിർത്തിയില്ല. ഞാൻ വണ്ടി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് ഇതിലേ കയറാൻ പറ്റുന്നത് ഇങ്ങനെ നോക്കുമായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴെ ഒരു 3-4 കയ്യാലുണ്ട്. അതങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമല്ലോ. ചെറിയ വീതി കുറവാണ്. തിരിച്ച് കയറാൻ റിസ്ക്കായിരിക്കും. റിസ്ക്കല്ല, തിരിച്ച് കയറുമ്പോൾ ഉള്ള പ്രശ്നം ആ കയ്യാലും അങ്ങോട്ട് തള്ളിപ്പോകും. കുത്തി കയറുമ്പോൾ തൊടുപുഴന്ന് വരുന്ന ബസ്സാണ് കേട്ടോ. തൊടുപുഴ എള്ളൂർ കലൂർ പോകുന്ന വണ്ടിയത്. JCB ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ഇതിലേ ഇങ്ങോട്ട് കയറായിരിക്കും. വണ്ടി തിരിക്കണം. ഈ ചെറിയൊരു നടവഴി പോലെ സംഭവമല്ലേ, ഇതിലേ മുകളിലോട്ട് കയറുന്നതാണ്. അത് ഈ മൂല കുറച്ച് ഇടിച്ച് ഇങ്ങോട്ട് തിരിച്ച് വേണം വണ്ടി അങ്ങോട്ട് സിമ്പിളായിട്ട് കയറി പോകും. എന്നിട്ട് ആ ഭാഗം മുകളിൽ പോയി കളിക്കാം. ഇപ്പം അങ്ങോട്ട് വഴി വെട്ടി കയറുവാണേ. ഈ സൈഡിലെ ചെറിയൊരു നടപ്പാത ഉണ്ടല്ലോ, ആ നടപ്പാത ആ വഴി തന്നെ വീതി കൂട്ടി അങ്ങോട്ട് കയറുവാ. പുല്ല് ജസ്റ്റ് ഒന്ന് പറിച്ചോളാം. ഞാൻ കിളക്കാളാണ്, അല്ലെ പിന്നെ കിളക്കുമ്പോൾ പുല്ല് പൊങ്ങി വരും. എന്നിട്ട് ഈ സൈഡെടുത്ത് ഇങ്ങോട്ട് ചായച്ചിട്ട വഴിയായി. വലിയ പണിയില്ല, ഒറ്റ മാന്തിന് വഴിയായി. ഒന്ന് ചെറുതായിട്ട് ഈ സൈഡിലേക്ക് ഒരു ചെരുവ് കൊടുത്താൽ മതി. അതിനാ വണ്ടി അവിടെ കിളക്കിറങ്ങി വരേണ്ടതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെരുവ് കൊടുത്താൽ കിളക്കാൻ പാടായിരിക്കും. അല്ലാട്ടോ ഈ സൈഡിലോട്ട് ചെരുവ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വണ്ടി കയറാനുള്ളവർക്കാണേലും കുഴിയുള്ളവർക്ക് പൊക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നാളെ ഇറങ്ങുമ്പോൾ മഴയൊക്കെ ആണെങ്കിലും പാടും. വഴിയായി ജസ്റ്റ് ആ മൂളോശോടൊന്ന് വലിച്ചാൽ അങ്ങോട്ട് മുകളിലേക്ക് കയറിപ്പോ. മുകളിലേക്ക് വലിച്ച് കയറുക. ഈ സൈഡിലെ സ്റ്റെബിലൈസർ എടുത്തില്ലായിരുന്നു, അതാ വണ്ടി കയറാവുന്നു. ഈ കയറത്തെല്ലാം മണ്ണാണ്. 2 ആഴ്ചയായിട്ട് കിളയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കഴുകാൻ. ഇതിലേക്ക് കയറുവാണേ. ഈ സ്ഥലം എങ്ങനെ ഈ പുല്ല് കാരണം ഈ സ്ഥലത്തിന്റെ കിടപ്പറ ഇതിനകത്തോണ്ട് നമ്മളെങ്ങനെ കയറി പോകുന്നറിയത്തില്ല. മുകളിലത്തെ കയ്യാലെ കയറിയിട്ടില്ല കേട്ടോ. കയ്യാലയുടെ സൈഡ് വരെ വന്നിട്ടേ ഉള്ളൂ. ബക്കറ്റ് മാത്രം അപ്പുറത്തെ തണ്ടി ചെന്നതേ ഉള്ളൂ. പുല്ല് വലിച്ചാലേ ഈ പറമ്പ് എങ്ങനെ കിടക്കാൻ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ വലിച്ചു കയറിപ്പോ. മഴ ആറുന്നുണ്ട്, പണിയാവുമോന്ന് സംശയമാണ്. ഇവിടെ കയറ്റിയപ്പോൾ മഴയും പെയ്യും. മഴ പെയ്ത് ഇന്ന് പണി നിർത്തില്ല. എല്ലാവരും പണി നിർത്താൻ സമയമായി. 5 മണി ആറായി. 5 മണി കഴിഞ്ഞു. പണി നിർത്താനുള്ള സമയമായി. ഇവിടെ എല്ലാം കുറ്റിയുണ്ട്. കുറ്റിയൊക്കെ തട്ടുന്ന ഈ ഒച്ച കേൾക്കുന്നു. പൊട്ടപ്പെട്ടേന്ന് ചില വൈകിട്ട് മോളിൽ കയറി പുല്ലൊക്കെ പറിക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ സമയം പോവും. മഴ പെയ്താ വണ്ടി മോളിൽ കയറ്റി നിർത്തുക.
സമയം ഇപ്പൊ 6 മണി കഴിഞ്ഞേ. ഇന്നത്തെ വർക്ക് നിർത്തുവാ. പിന്നെ എന്നാളും തീരത്തില്ല. നാളെ തീരുമോന്ന് അറിയത്തില്ല. ചിലപ്പോ നാളെ തീരും. തീരുന്നാ തീരും. അല്ല തീരത്തില്ല. എന്നാളെ ഇന്നത്തെ പരിപാടി പൂട്ടിക്കെട്ടുവാ. ബക്കറ്റ് കുത്തി. ഓക്കെ, അങ്ങനെ രാവിലെ വന്ന് പണി തുടങ്ങുവാണേ. ഇതിപ്പം സമയം 8 മണിയായി. ഇന്നലെ മഴ പെയ്തായിരുന്നു തോന്നുന്നു. നല്ല നനവൊക്കെ ഉണ്ട്. എന്തായാലും രാവിലെ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഈ വീഡിയോക്ക് ഒരു 3ാമതൊരു പാർട്ടിയുടെ കാണാൻ സദയം ശ്രമിച്ച എല്ലാവരും ഒന്ന് കാണണേ. ഇനി നേരെ അങ്ങോട്ട് പോണം. തീരുവാണ് തീരട്ടെ. അതിപ്പോ ഇങ്ങോട്ട് നിന്നിട്ട് പതുക്കെ കിളച്ചിങ്ങി പോരുവാണേ. ഇന്നത്തെ കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥ കേട്ടോ. നല്ല വെയില് രാവിലെ തന്നെ. അത് കാരണം ഇന്നൊരു പ്രത്യേക സുഖമുണ്ട് പണി തുടങ്ങാൻ. ഇത്രയും ദിവസത്തെക്കാളും വളരെ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയുണ്ട്. എങ്ങനെ വൈകുന്നേരം എങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ സൈഡ് വളരെ വീതി കുറവാണ്. ഒരു വണ്ടി ഇരിക്കാനുള്ള വീതിയേ ഉള്ളൂ. അവിടെ തന്നെ പുല്ല് കുഞ്ഞു കൂടാതിരിക്കാനും പറ്റത്തില്ല. അത് കാരണം ഇവിടെ തന്നെ എങ്ങനെയും കുഴി കുത്തി പുല്ല് കൂടി ക്ലിയർ ആക്കി പുറകോട്ട് ഇറങ്ങി പോരുക. ഇന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം എങ്ങനെയും. താമസമാണ്. എങ്ങനെ ഈ പണി തീരുന്നില്ല. ഇന്നിപ്പം 4ാമത്തെ ദിവസമാണ്. ഇന്നലെയാണ് താമസം തുടങ്ങിയത്. ഇന്നിപ്പം രാവിലെ വന്ന് തുടങ്ങി. രാവിലെ എന്ന് പറഞ്ഞപ്പോൾ പണി തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ 1/2 മണിക്കൂർ ആയതേ ഉള്ളൂ തുടങ്ങിയിട്ട്. ഇപ്പോൾ 8:30 അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ തെങ്ങിൻ്റെ അവിടുന്ന് ഇത്ര ഭാഗം കിളച്ച് കയറി പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കളക്കാം. ഇപ്പോൾ 9:30 സമയം. പുല്ലിങ്ങനെ കുഴിച്ചുമൂടി വരിക. കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് ഇന്ന്. വെയിലുണ്ട്, മഴക്കാറ് കയറിയിട്ടുണ്ട് രാവിലെ കുറച്ച്. പിന്നെ ഒത്തിരി പേര് നല്ല കമന്റ്സ് ഒക്കെ വിടുന്നുണ്ട് കേട്ടോ. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒത്തിരി പേര് അയക്കുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇതുപോലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിനും. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തിരും കേട്ടോ. നമുക്കതൊരു വീഡിയോ വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ കമന്റ്സും ലൈക്കും ഒക്കെ കേട്ടോ ഓരോ വീഡിയോയ്ക്കും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു ഇത് വരണമെങ്കിൽ നിങ്ങളുടെ കമന്റും ലൈക്കും ഒക്കെ കേട്ടോ. നിങ്ങളെല്ലാം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.